അല്പം മുൻപുണ്ടായ ഒരു സംഭവത്തിലേക്കാണ് ഇനി. അച്ഛനെ കൊന്ന കേസിൽ കോടതി വെറുതെ വിട്ടയാളെ മകൻ വെടിവെച്ചു കൊന്നു. എറണാകുളം കാലടിക്ക് സമീപം മഞ്ഞപ്രയിലാണ് ഈ സംഭവം. മഞ്ഞപ്ര സ്വദേശി ജോസ് ആണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. മുൻ സൈനികനായ പോളിയാണ് ജോസിനെ കൊന്നത്. ജെവിൻ തൊട്ടുകൊണ്ട് ഈ കേസിന്റെ വിശദാംശങ്ങളുമായി. സുഹൃത്തുക്കളെ, നമ്മുടെ മുമ്പിലേക്ക് കഴിഞ്ഞ ദിവസം രണ്ട് വാർത്തകളാണ്. കഴിഞ്ഞ ദിവസവും ഇന്നുമായിട്ടും രണ്ട് വാർത്തകളാണ് വന്നത്. ഒന്ന്, നമ്മുടെ മലപ്പുറത്ത് നിലമ്പൂരില് ഒരു അമ്മായിയമ്മ സ്വന്തം മരുമകളെ വെട്ടിക്കൊലപ്പെടുത്തിയ കഥയാണ്. ഇതില് അമ്മായിയമ്മയുടെ ഭാഗത്ത് നിൽക്കുന്നുണ്ട്, മരുമകളുടെ ഭാഗത്തും ആളുകളൊക്കെ നിൽക്കുന്നുണ്ട്. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം, ആരുടെ ഭാഗത്താണ് നമ്മൾ നിൽക്കേണ്ടത് എന്നൊരു അഭിപ്രായം ഞാൻ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ഈ ചാനൽ തന്നെ തപ്പി നോക്കി കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷെ ഇതൊന്നുമല്ല കേട്ടോ നമ്മുടെ ഒരു വിഷയം. ഇത് വേറൊരു സംഭവമാണ്. സ്വന്തം അച്ഛനെ കൊലപ്പെടുത്തിയ കൊലയാളിയുമായിട്ട് അല്ലെങ്കിൽ ആ കൊലയാളിയുമായിട്ടുള്ള കേസ് നടക്കുന്നു. പക്ഷെ ആ ഒരു കേസിൽ മുൻ സൈനികനായിട്ട് മകൻ പരാജയപ്പെടുന്നു. സ്വാഭാവികമായിട്ടും കേസ് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ തന്റെ സ്വന്തം അച്ഛനെ കൊന്നുകളഞ്ഞ ആ ഒരു ചങ്ങാതി രക്ഷപ്പെടും. അവൻ രക്ഷപ്പെട്ട് കോടതിയൊക്കെ രക്ഷപ്പെട്ട് ജയിലിലൊക്കെ രക്ഷപ്പെട്ട് പുറത്തു വന്നപ്പോൾ ഇവൻ അങ്ങോട്ട് തീരുമാനമാക്കി, ഇവൻ അങ്ങ് നീതി നടപ്പാക്കി. ഇപ്പോ സോഷ്യൽ മീഡിയയിലെ കമന്റിൽ മുഴുവൻ കാണുന്നത് മകൻ നീതി നടപ്പാക്കി. കോടതി കൃത്യമായിട്ടും കേസ് നോക്കിയിരുന്നെങ്കിൽ, കോടതി കൃത്യമായിട്ടും കുറ്റവാളിക്ക് ശിക്ഷ കൊടുത്തിരുന്നുവെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. പക്ഷെ കോടതിയെ നമുക്ക് കുറ്റം പറയാനും കഴിയില്ല. ഇവരെ മുമ്പിലേക്ക് എത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. കാരണം ഈ കോടതിയുള്ള ഇതും ഒരു മനുഷ്യരൊക്കെ തന്നെയാണ്. ഇവർ നേരിട്ട് ഈ കുറ്റകൃത്യം കാണുന്ന ആൾക്കാരൊന്നുമില്ല. അപ്പൊ ഇവരെ മുമ്പിലേക്ക് എത്തുന്ന വിവരങ്ങളുടെ ശേഖരണത്തിന്റെ ഭാഗമായിട്ട്, ആ ഒരു ഇൻഫർമേഷന്റെ ഭാഗമായിട്ടാണ് ഏതൊരു കോടതിയും ഒരു വിധിയൊക്കെ പ്രഖ്യാപിക്കുന്നത്. ഒരുപക്ഷെ അയാൾ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കാൻ പറ്റാവുന്ന വിവരങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ ഇതൊരു പ്രതികാരത്തിന്റെ കഥയാണ്. ഈ മകന് കൃത്യമായിട്ടും തന്റെ സ്വന്തം അച്ഛനെ കൊന്നുകളഞ്ഞ ആ കൊലപാതകയെ തീർക്കാനുള്ള പ്ലാന് മുൻകൂട്ടി ഉണ്ടായിരുന്നു എന്നർത്ഥം. വെൽ പ്ലാൻഡ് ആയിരുന്നു ആ ഒരു സൈനികൻ എന്നർത്ഥം. സൈനികനായതുകൊണ്ട് തന്നെ തോക്കും മറ്റും ലൈസൻസ് തോക്കും മറ്റും കയ്യിലുണ്ടായിരിക്കാം. ഇനി ഇത് അബദ്ധത്തിൽ പൊട്ടിയതാണെന്നും മറ്റും പറഞ്ഞ് അയാൾ രക്ഷപ്പെടുമോ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. എന്തായാലും വാർത്ത കേൾക്കാം. മുൻ സൈനികനായ പോളിയാണ് ജോസിനെ കൊന്നത്. ജെവിൻ തൊട്ടുകൊണ്ട് ഈ കേസിന്റെ വിശദാംശങ്ങളുമായി. 2018 മുതൽ അടങ്ങാത്ത പകയാണ്, പകയ്ക്കൊടുവിലാണ് ഇന്ന് അങ്കമാലി മഞ്ഞപ്രയിലെ കോതായി പാലത്തിന് സമീപം അവിടെ കടവിൽ കുളിക്കാനെത്തിയ ഈ ജോസ് കിലുക്കൻ എന്ന മധ്യവയസ്കനെ ഈ പോളി തന്റെ ഡബിൾ ബാരൽ ഗൺ ഉപയോഗിച്ച് വെടിവെച്ച് കൊന്നത്. ഈ പോളി ജോസ് തൽക്ഷണം ആ കുളിക്കടവിൽ തന്നെ കൊല്ലപ്പെട്ടു. ഈ പോളി അങ്കമാലിയിൽ തന്നെ ഒരു ബാങ്കിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ്, മുൻ സൈനികനാണ്, BSF സൈനികനാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ തോക്ക് ഉപയോഗിക്കാനുള്ള ലൈസൻസ് ഉണ്ട്. അങ്ങനെയാണ് ഈ ഇരട്ടക്കുഴൽ തോക്കുമായി ഇന്ന് ഈ ജോസ് കുളിക്കാൻ എത്തിയ സമയം നോക്കി അവിടെ പതുങ്ങിയിരിക്കുകയും ആ സമയം 2018 കേസാണ്. 2018 കേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2018 മൈനസ് 2026 വെച്ച് നോക്കുമ്പോൾ 8 വർഷത്തെ പകയാണ്. 8 വർഷമായിട്ട് ഈ മനുഷ്യൻ കാത്തിരിക്കുകയാണ് തന്റെ മകനെ കൊന്നുകളഞ്ഞ ആളെ. അങ്ങനെ തന്റെ അച്ഛനെ കൊന്നുകളഞ്ഞ ആളെ. എന്നിട്ട് അയാൾ തന്റെ നാട്ടിൽ തന്നെ ഉള്ളൊരു കുളത്തിലേക്ക് കുളിക്കാൻ വന്നപ്പോൾ തന്റെ ഡബിൾ ബാരൽ ഗണ്ണ് ഉപയോഗിച്ചിട്ട് തീർത്തു കളയുന്നു. അപ്പൊ എത്ര പ്ലാൻ ആയിരിക്കും നമ്മൾ ചോദിക്കുക. ജോസ് എത്തിയപ്പോൾ തന്നെ ഈ കൊലപാതകത്തിന്റെ പേരിൽ അച്ഛനെ കൊന്നതിന്റെ പക തീർത്ത്, കൊന്ന കേസിന്റെ അതുമായി ബന്ധപ്പെട്ട വൈരാഗ്യം തീർത്ത് അവിടെ നിന്ന് വെടിവെച്ച് കൊന്നത്. അതിനുശേഷം ഈ പോളി നേരെ അയ്യമ്പുഴ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. അവിടെ സ്റ്റേഷനിലേക്ക് പോളി എത്തി താൻ ഒരാളെ കൊന്നു എന്ന് പറഞ്ഞപ്പോഴാണ് പോലീസ് പോലും സംഭവം എന്താണെന്ന് അറിഞ്ഞതും വലിയ നടുക്കമുണ്ടായതും. പിന്നീട് പോളിനെ അവിടെ പിടിച്ചിരുത്തി ഒടുവിൽ പോലീസ് ഈ കുളിക്കടവിൽ എത്തിയപ്പോഴേക്കും ജോസിന്റെ മൃതദേഹം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് സുഹൃത്തുക്കളെ, ഞാനിതൊരു വെൽ പ്ലാനിങ് മേർഡർ ആണ് പറയാൻ കാരണം. ഇയാൾ തന്റെ അച്ഛനെ കൊന്നുകളഞ്ഞ ഇതിന് കേസുമായിട്ടൊക്കെ നടത്തിപ്പോയി. പക്ഷേ അയാൾക്ക് ശിക്ഷ കിട്ടിയില്ല. എന്തൊക്കെയായാലും തന്റെ അച്ഛനെ കൊന്നുകളഞ്ഞ ആളെ കൊല്ലണമെന്ന് ഇയാൾ വെൽ പ്ലാൻഡ് ആയിട്ട് തീരുമാനിച്ചിരിക്കുന്നു. അത്രയധികം തന്റെ അച്ഛനെ കൊന്നുകളഞ്ഞതിനോട് പകയുണ്ടായിരിക്കും, തീർച്ചയായിട്ടും ആയിരിക്കും. ഒരു മകനാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരം പകകളൊക്കെ ചിലപ്പോൾ കൊണ്ടുനടന്നു വരും. തന്റെ അച്ഛനെ കൊന്ന മനുഷ്യൻ അങ്ങനെ മാന്യം വരെയായിരിക്കും ഈ നാട്ടിൽ അങ്ങനെ ജീവിക്കേണ്ടെന്ന് അയാൾ തീരുമാനിച്ചു കഴിഞ്ഞേക്കും. ഞാൻ അത് പ്ലാനിങ് എന്ന് പറയാൻ കാരണം അയാളെ കൊന്നു കളഞ്ഞിട്ട് ഈ പോളി എന്ന് പറയുന്ന ഈ മകൻ രക്ഷപ്പെടാനല്ല ശ്രമിച്ചേ. നേരെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു, തോക്ക് കൈമാറുന്നു, എന്നിട്ട് പറഞ്ഞു ഞാൻ ഒരാളെ കൊന്നു.
അപ്പോഴാണ് അയാൾ പിടിച്ചെടുത്തൊരു കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ ഇന്നത്തെ കഥ ഈ ഒരു മേർഡറിന്റെ പുറകിൽ ഉണ്ടെന്ന് പോലീസ് മനസ്സിലാക്കുന്നത്. കണ്ടത് അവിടെ പോലീസ് പിന്നീടുള്ള ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് കടന്നു. പിന്നീടാണ് ഇതിന്റെ പശ്ചാത്തലം അന്വേഷിച്ചപ്പോഴാണ് 2018 ഈ പോളിയും ജോസും എല്ലാം മഞ്ഞപ്രയിൽ അയൽവാസികളായി താമസിക്കുന്ന ആളുകളാണ്. 2018 അയൽവാസികളുടെ തർക്കത്തെ തുടർന്ന് അന്ന് ഈ പോളിയുടെ അച്ഛനെ ജോസ് കുത്തിക്കൊന്നു എന്നതായിരുന്നു കേസ്. കുത്തിക്കൊന്ന കേസിൽ വിചാരണ കോടതി ജോസിനെ വെറുതെ വിട്ടു. പിന്നീട് ഈ പോളിയുടെ കുടുംബം അതിനെതിരെ അപ്പീലുമായി മേൽക്കോടതിയിൽ പോയെങ്കിലും അവിടെയും ഈ ജോസിന് അനുകൂലമായിരുന്നു കോടതി വിധി. അന്ന് തൊട്ട് പകയുമായി നടന്ന ഈ പോളി പിന്നീട് അവസരം കിട്ടിയപ്പോൾ ജോസിനെ ഇതുപോലെ തോക്കുകൊണ്ട് വെടിവെച്ച് കൊല്ലുകയായിരുന്നു എന്നതാണ് പോലീസ് പറയുന്നത്. നിലവിൽ ഇപ്പോൾ പോളിയുടെ അറസ്റ്റ് അല്പസമയത്തിനുള്ളിൽ തന്നെ രേഖപ്പെടുത്തും. ജോസിന്റെ മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ നടക്കുകയാണ്. ഈ രാത്രി അത് പൂർത്തിയാക്കി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റും. ഒപ്പം തന്നെ പോളിയുടെ പശ്ചാത്തലം പോലീസ് അന്വേഷിച്ചപ്പോൾ മറ്റ് കേസുകളൊന്നും പോളിക്കെതിരെ നിലവിൽ ഇല്ല. പോളിയെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ഈ തോക്കിന് നിലവിൽ ലൈസൻസ് ഉണ്ട്. തോക്ക് പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ആ സ്ഥലത്ത് ഈ സമയത്ത് ആളുകളൊന്നും ഇല്ലായിരുന്നു എന്നതാണ്. ഈ കുളിക്കടവിൽ മറ്റ് ആളുകളൊന്നും അവിടെ ഉണ്ടായി. പക്ഷെ അതൊന്നും അവിടെ ഒരു വിഷയമല്ല. കുടിക്കടവിൽ വേറെ ആളുണ്ടാകുന്നില്ല എന്നൊരു പക്ഷേ പോളിക്ക് ഭാവിയിൽ ഒരു പോസിറ്റീവായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ആ മരിച്ചുപോയ ആളെ മകൻ ചിലപ്പോൾ വീണ്ടും പ്രതികാരമായിട്ട് വരാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ സംഗതികളൊക്കെ പല ആൾക്കാരും ചോദിക്കുന്നു, ഇതിന്റെ അടിയിൽ ചോദിക്കുന്നു, ഇതുകൊണ്ട് ഇപ്പൊ എന്ത് കിട്ടിയെന്ന് ചോദിക്കുന്നുണ്ട്. ഇതുകൊണ്ട് എന്ത് കിട്ടി? ഇയാൾക്ക് എന്താ നേട്ടം? മറ്റാൾക്ക് എന്താ നേട്ടം? അയാൾ ആദ്യം ഒരു കൊലപാതകം നടത്തി, പിന്നെ ഈ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഒരു കൊലപാതകം നടത്തി. ഇതിപ്പോ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള തീർത്താ തീരാത്ത പകയുടെ ഒരു കഥയുമായിട്ട് ഇങ്ങനെ തലമുറ കൊന്നും കൊല വിളിച്ച് പോവില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഇതിനൊക്കെ പുറകില് വേറൊരു സംഗതിയുള്ളത് ഒരു അപ്പൻ മകൻ ബന്ധത്തിന്റെയാണ്. ഒരുപക്ഷെ ആ അപ്പനോട് അത്രയധികം സ്നേഹം ഉണ്ടായിരിക്കണം ഈ ഒരു മകൻ. ഒരു അതിർത്തി തർക്കത്തിന്റെയും മറ്റു ഭാഗമായിട്ടാണ് 8 വർഷങ്ങൾക്ക് മുമ്പ് ഇയാളുടെ അച്ഛനെ അയാൾ കൊന്നു കളഞ്ഞത്, അയൽവാസി കൊന്നു കളഞ്ഞത്. കേസുമായിട്ട് പോകുന്നു, പക്ഷെ എവിടെ എത്തുന്നില്ല, കേസിലൊക്കെ പരാജയപ്പെടുന്നു. അങ്ങനെ കേസിൽ കോടതിയിൽ ഇയാൾക്കൊരു നീതി കിട്ടില്ല എന്ന് തീരുമാനിച്ചപ്പോൾ പിന്നെ ഇയാൾ നീതി കണ്ടെത്താൻ തീരുമാനിച്ചത് തൻ്റെ അച്ഛനെ കൊന്ന ആളെ തീർക്കാമെന്നുള്ളതാണ്. ഒരു മടിയും കൂടാതെ മുൻ സൈനികനായിട്ടുള്ള അയാൾ തൻ്റെ കയ്യിലെ ഡബിൾ ബാരൽ ഗൺ ഉപയോഗിച്ച് തീർത്തു കളയുന്നു. അച്ഛനെ കൊന്ന ആളെ തീർത്തു കളഞ്ഞിട്ട് സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ടാണ് ഈ ചെങ്ങാതി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നതാണ്. നമ്മൾ ആരെ ഭാഗത്ത് നിൽക്കും? നമ്മൾ ജനാധിപത്യപരമായിട്ട് അല്ലെങ്കിൽ ജനാധിപത്യ ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നതിനാൽ നമുക്ക് നിൽക്കാൻ കഴിയുക ഈ പോലീസിന്റെ ഒപ്പവും നീതിയുടെ ഒപ്പവും ഒക്കെ കോടതിയുടെ ഒപ്പം മാത്രമാണ്. കാരണം അതിന്റെ അപ്പുറത്തേക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു തീർക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് സമയം ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും സമയം ഉണ്ടാവില്ല, പരസ്പരം അങ്ങനെ കൊന്നു തീർത്തോളൂ എന്നാരും തീരുമാനിക്കൊന്നുമില്ല. കൃത്യമായിട്ടും അയാൾക്ക് വീണ്ടും തെളിവുകളൊക്കെ സംഭരിച്ചിട്ട് കേസ് റീഓപ്പൺ ചെയ്യാമായിരുന്നു. വീണ്ടും അയാൾ തന്നെയാണ് എൻ്റെ അച്ഛനെ കൊന്നു എന്നുള്ള സംഗതിയൊക്കെ സമർത്ഥിക്കാനൊക്കെ അയാൾക്ക് സാധ്യതയുണ്ട്. പക്ഷെ അതൊന്നും അയാൾ നോക്കിയില്ല. അയാൾ അപ്പം നോക്കിയത് ഇമോഷണലി തൻ്റെ അച്ഛനെ കൊന്നു കളഞ്ഞ ആളെ കൊല്ലുക എന്ന് പറയുന്ന ഒറ്റ തീരുമാനത്തിലേക്ക് മാത്രമാണ് അയാൾ എത്തിയതെന്നാണ്. എന്തായാലും അത്തരം കാര്യങ്ങൾ നമുക്ക് അയാളെ ഇമോഷണലി നമുക്ക് കുറ്റം പറയാനൊന്നും കഴിയില്ല എന്നുള്ളതാണ്. എന്തായാലും എൻ്റെ പ്രേക്ഷകരായിട്ട് നിങ്ങൾ ആരെ വാക്ക് നിൽക്കുന്നു എന്നുള്ള ചോദ്യം മാത്രമാണ് എനിക്കും ഉന്നയിക്കാനുള്ളത്. Bye-bye.